1.5 പതിറ്റാണ്ടിനിപ്പുറം തേക്കടി ദുരന്തം കേസിൽ വിചാരണ വ്യാഴാഴ്ച ആരംഭിക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി ബോട്ടപകടം നടന്ന് 15 വർഷം പിന്നിടുമ്പോഴാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. വ്യാഴാഴ്ച തൊടുപുഴ 4th അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ റഹീമാണ് ഹാജരാകുന്നത്. 2009 സെപ്റ്റംബർ 30-നായിരുന്നു KTDCയുടെ ഇരുനില ബോട്ടായ ജലകന്യക മുങ്ങി 23 വനിതകളടക്കം 45 പേർ മരിച്ച തേക്കടി ദുരന്തമുണ്ടായത്. മരിച്ചവരെല്ലാം 50 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. ഇതിൽ 7-നും 14-നും ഇടയിൽ പ്രായമുള്ള 13 കുട്ടികളുണ്ടായിരുന്നു. 82 വിനോദസഞ്ചാരികളാണ് ഉല്ലാസയാത്ര നടത്തിയത്. ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം. നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം കുമളിയിലെ ടാക്സി ഡ്രൈവർമാരും ജനങ്ങളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നാട്ടുകാരാണ് 26 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നേവിയുടെ സഹായത്തോടെയാണ് മറ്റ് ശവശരീരങ്ങൾ കണ്ടെത്തിയത്. മരണപ്പെട്ടവരിൽ ഏറെയും തമിഴ്നാട്, ബംഗളൂരു, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, മുംബൈ, ഹരിയാന, ദില്ലി, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വൈകിയതിനാലാണ് കുറ്റപത്രം സമർപ്പിച്ച 5 വർഷമായിട്ടും കേസിൽ വിചാരണ ആരംഭിക്കാതിരുന്നത്. ദുരന്തമുണ്ടായ 2009-ൽ തന്നെ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഹൈക്കോടതി അഭിഭാഷകനെ നിയമിച്ചിരുന്നെങ്കിലും ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. പിന്നീട് സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറും 2021-ൽ രാജിവെച്ചു. പകരം പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ അന്ന് കേസ് പരിഗണിച്ച തൊടുപുഴ ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് 2022-ൽ അഡ്വക്കേറ്റ് ഇ എ റഹീമിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. ഇതിന്റെ നിർമ്മിതിയിലെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇതിന് വലത്തോട്ടൊരു ചെരുവുണ്ടായിരുന്നു. അത് ഓടിക്കുമ്പോൾ ഒരു വിറയിലുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പരിഗണിച്ചില്ല. പിന്നീട് അത് മുന്നോട്ട് പോയപ്പോൾ കുറെ കാട്ടുപോത്തുകൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇയാള് ആ പോയ അതേ സ്പീഡിൽ തന്നെ യൂട്ടേൺ നിർത്തി. അതോടുകൂടിയാണ് ഈ ബോട്ട് മറിഞ്ഞു പോകുന്നതിനും ഇടയായി. മുൻപ് IG ആയിരുന്ന ശ്രീലേഖയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് SP PA വത്സനായിരുന്നു ആദ്യ കേസിന്റെ അന്വേഷണ ചുമതല. ബോട്ടിലെ ഡ്രൈവർ, ലാസ്കർ, ബോട്ട് ഇൻസ്പെക്ടർ തുടങ്ങിയവരെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് നൽകിയ ആദ്യ കുറ്റപത്രം കോടതി തള്ളി. തുടർന്ന് 5 വർഷത്തോളം തുടർ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് SP സാബു മാത്യു ഏറ്റെടുത്തതോടെയാണ് കേസിൽ പുരോഗതിയുണ്ടായത്. ന്യൂസ് ഡെസ്ക്, മീഡിയനെറ്റ്.